നമസ്കാരം. 2025 മെയ് 15 രാവിലെ 7 മണി. ആ സമയത്ത് രവികുമാറിന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ വന്നു. ഫോൺ വിളിച്ചത് പൊള്ളാച്ചിയിലുള്ള ഒരു കുട്ടികളുടെ കേന്ദ്രത്തിൽ നിന്നാണ്. മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളെ നോക്കുന്ന ആ കേന്ദ്രത്തിൽ നിന്ന് അതിരാവിലെ രവികുമാറിനെ വിളിച്ചു പറഞ്ഞത് ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ്. 24 വയസ്സുള്ള അവരുടെ മകനെ കാണാനില്ല എന്ന കാര്യമാണ് ആ ഷെൽട്ടർ ഹോമിലെ ആളുകൾ രവികുമാറിനോട് പറഞ്ഞത്. രവികുമാറും ഭാര്യ ഭാനുമതിയും അവരുടെ മകൻ വരുൺ കാന്തിനെ ആ ഷെൽട്ടർ ഹോമിൽ കൊണ്ടാക്കിയിട്ട് അധികം നാളുകളായിട്ടില്ല. ഫെബ്രുവരി മാസത്തിലാണ് അവരവിടെ കൊണ്ടാക്കിയത്. അവിടെ ആക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപ ഡൊണേഷൻ ചോദിച്ചപ്പോൾ 50,000 രൂപ അവർ കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം എല്ലാ മാസവും 40,000 രൂപ വീതം ആ കുഞ്ഞിനെ നോക്കുന്നുള്ള ചെലവിനായി അവർ അടയ്ക്കുന്നുമുണ്ട്. 24 വയസ്സായെങ്കിലും അവനെ കുഞ്ഞെന്നേ വിളിക്കാൻ പറ്റും. അവനൊരു മാനസിക ദൗർബല്യമുണ്ട്. അതേസമയത്ത് അവൻ ശരിക്കും വിഗറസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളുമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അതാണ് അവൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. വീട്ടിൽ അവന് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അച്ഛനും അമ്മയും കൂടി അവനെ പൊള്ളാച്ചിയിലുള്ള ആ കേന്ദ്രത്തിൽ കൊണ്ടാക്കിയത്. അവിടെ അവനെപ്പോലെ വേറെ 26 കുട്ടികളോടുണ്ട്. അവനോട് ചേർന്നപ്പോൾ 27 കുട്ടികളായി. ആ കുട്ടികൾക്കൊപ്പം അവൻ സന്തോഷമായി താമസിക്കുകയാണെന്നുള്ള വിവരം ആ ഹോമിൽ നിന്ന് കൂടെ രവികുമാറിന് വിളിച്ചറിയിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മെയ് 15 അതിരാവിലെ മകൻ മിസ്സായ കാര്യം അവർ വിളിച്ചു പറഞ്ഞത്. രവികുമാറും ഭാനുമതിയും ഉടൻ തന്നെ പൊള്ളാച്ചിയിലുള്ള ആ ഷെൽട്ടർ ഹോമിലെത്തി. ഷെൽട്ടർ ഹോം ഒരു വലിയ ഏരിയക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവര് രവികുമാറിനെയും ഭാനുമതിയും കാത്തിരിക്കുകയായിരുന്നു. അവരെ കണ്ടതും അവർ രവികുമാറിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. തലേദിവസം, അതായത് മെയ് 14 അവിടെയുള്ള 27 കുട്ടികളുമായിട്ട് ആ ഷെൽട്ടർ ഹോമിലെ അധ്യാപകരും കുട്ടികളെ നോക്കുന്ന ആളുകളും ചേർന്ന് ഒരു സ്റ്റഡി ടൂർ നടത്തിയിരുന്നു. അവർ പോയത് ആളയാർ ഡാമിലേക്കാണ്. ആളയാർ ഡാം നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാൽ ആ റൂട്ടിൽ തമിഴ്നാടിൻ്റെ ഭാഗത്തുള്ള ഡാമാണ്. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ പോകാറുണ്ട്. ഈ കുട്ടികൾക്ക് ഒരു മാനസിക ഉല്ലാസം ലഭിക്കാൻ വേണ്ടിയാണ് അവരെയും കൊണ്ട് ആ സംഘാടകർ ആ ഡാമിലേക്ക് പോയത്. ഡാമിൽ പല കാഴ്ചകളും കണ്ട് അവരങ്ങനെ നിൽക്കുമ്പോൾ ഒരു കടയിൽ സാധനം വാങ്ങാനായി ഗിരിരാജൻ എന്ന അധ്യാപകൻ പോയ സമയത്ത് അയാളുടെ കൂടെ ഈ വരുൺകാന്ത് ഉണ്ടായിരുന്നു. സാധനം വാങ്ങിച്ചിട്ട് ഗിരിരാജൻ തിരിയുമ്പോൾ റോഡിൽ വരുൺകാന്ത് ഇല്ല. വരുൺ എന്ന് വിളിച്ചുകൊണ്ട് ഗിരിരാജൻ ആ റോഡിലേക്ക് ഓടി ഇറങ്ങിയെങ്കിലും അവിടെയൊന്നും വരുണിനെ കണ്ടു. ഗിരിരാജൻ അപ്പോൾ തന്നെ ബാക്കിയുള്ള സ്റ്റാഫുകളോട് കാര്യം പറഞ്ഞു. അവരെല്ലാവരും ചേർന്ന് ആ ഡാമും പരിസരവും ഏതാണ്ട് അരിച്ചു പറയ്ക്കെന്ന് പറയാം. അവിടെ മുഴുവൻ അറിഞ്ഞിട്ടും അവർക്ക് വരുൺകാന്തിനെ കിട്ടിയില്ല. വരുൺകാന്ത് മിസ്സായ കാര്യം എങ്ങനെ രവികുമാറിനോടും ഭാനുമതിയോടും പറയുമെന്നുള്ള ഒരു സംശയത്തിൽ കഴിഞ്ഞ രാത്രി എങ്ങനെ കടന്നുപോയെന്ന് അവർക്ക് അറിയത്തില്ല. അവർക്ക് എന്തായാലും ആ വിവരം ആ കുട്ടിയുടെ രക്ഷിതാക്കളെ അറിയിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണ് അതിരാവിലെ തന്നെ അവർ രവികുമാറിനെ വിളിച്ച് കാര്യം പറഞ്ഞത്. ആ ഷെൽട്ടർ ഹോമിലെ ആളുകൾ പറഞ്ഞ കഥ കേട്ട് രവികുമാറും ഭാനുമതിയും ശരിക്കും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള അവരുടെ മകനാണ് ഇപ്പോൾ മിസ്സായിരിക്കുന്നത്. വരുൺ മിസ്സായെന്ന് പറഞ്ഞ ആ ആളയാർ ഡാമിലേക്ക് ആ നിമിഷത്തിൽ തന്നെ ഭാനുമതിയും രവികുമാറും ഓടിയെത്തി. ആ ഷെൽട്ടർ ഹോമിൽ നിന്ന് അധികം ദൂരത്തൊന്നുമല്ല ആ ആളയാർ ഡാം എന്ന് പറയുന്നത്. ആളയാർ ഡാമിലെത്തി അവർ തലേദിവസം ആ ഷെൽട്ടർ ഹോമിലെ ആളുകളും കുട്ടികളും എത്തിയ ആ സ്ഥലം മുഴുവൻ ഒന്ന് നോക്കി. വരുണ് പോയിരിക്കാൻ സാധ്യതയുള്ള എല്ലാ ഭാഗവും അവരും അരിച്ചു പറക്കി. അവിടെയുള്ള സ്റ്റാഫുകളോടും സമീപത്തുള്ള കടകളിലും ഒക്കെ വരുണിനെ കുറിച്ച് അവർ തിരക്കിയെങ്കിലും അവരാരും വരുണിനെ കണ്ടതായി പോലും ഓർക്കുന്നില്ല. വരുണിന്റെ ഫോട്ടോ ഭാനുമതിയും അതുപോലെ രവികുമാറും എല്ലാ ആളുകളെയും കാണിച്ചു. അവരാരും വരുണിനെ തിരിച്ചറിയുന്നുമില്ല. വളരെ വിഷമത്തോടു കൂടിയാണ് രവികുമാറും ഭാനുമതിയും ഡാമിൽ നിന്ന് വീണ്ടും ആ ഷെൽട്ടർ ഹോമിൽ എത്തിയത്. ഷെൽട്ടർ ഹോമിലെ ആളുകളോട് ആ ആളയാർ ഡാമിൽ മുഴുവൻ അരിച്ചു പറക്കിയിട്ടും ഒരു വിവരവും കിട്ടിയില്ല എന്ന് പറഞ്ഞതും അവരും രവികുമാറിനോട് പറഞ്ഞു, അതെ, ഞങ്ങൾ ഇന്നലെ എല്ലാവരും എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു, വരുണിനെ കിട്ടിയില്ല. വരുണ് ഇങ്ങനെ എങ്ങോട്ടെങ്കിലും ആരോട് പറയാതെ പോകുന്ന സ്വഭാവമല്ലോ ഉണ്ടോ? അവിടുത്തെ ട്രസ്റ്റികളിൽ ഒരാൾ രവികുമാറിനോട് അങ്ങനെ ചോദിച്ചപ്പോൾ രവികുമാർ പറഞ്ഞു, അങ്ങനെ അവൻ ഒരിടത്ത് പോകത്തില്ല. എവിടെ പോയാലും എന്നോടോ അല്ലെങ്കിൽ അവൻ്റെ അമ്മയോടോ അവൻ പറയും. അതുമാത്രമല്ല, അവനങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടാറുമില്ല. എന്നാ പിന്നെ വരുൺ എങ്ങോട്ട് പോയി കാണും? ട്രസ്റ്റികൾക്ക് വരുൺ എങ്ങോട്ട് പോയെന്ന് ഒരു അറിവുമില്ല. ആ സ്ഥാപനത്തിൽ ഒരു കുട്ടി മിസ്സായെന്നറിഞ്ഞാൽ ബാക്കി കുട്ടികളുടെ രക്ഷിതാക്കൾ ഉറപ്പായും അവിടേക്ക് പാഞ്ഞു വരികയും വിഷയം ഉണ്ടാക്കുകയും ചെയ്യും. അത് ആ നടത്തിപ്പുകാർക്ക് നന്നായിട്ട് അറിയാം. അവരാകെ ടെൻഷനിലാണ്. എന്തായാലും ഒരു മാൻ മിസ്സിംഗ് കേസ് കൊടുക്കാമെന്ന് അവസാനം രവികുമാർ തീരുമാനിച്ചു. രവികുമാർ
പൊള്ളാച്ചി പോലീസ് സ്റ്റേഷനിലെത്തി തൻ്റെ മകനെ മെയ് 14 വൈകുന്നേരം മുതൽ കാണാനില്ല എന്നുള്ള കാര്യം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. വിശദമായ വിവരണം തന്നെ അയാൾ കേട്ട കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അയാൾ സ്റ്റേഷനിൽ പറയുകയും ചെയ്തു. ഓട്ടിസം ബാധിച്ചിരിക്കുന്ന ഹൈപ്പർ ആക്റ്റീവായ വരുൺകാന്ത് എന്ന 24 വയസ്സുള്ള ആ കുട്ടിയാണ് മിസ്സായിരിക്കുന്നത്. 24 വയസ്സുണ്ടെങ്കിലും 10 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയുടെ മാനസിക വളർച്ച മാത്രമാണ് വരുണിനുള്ളത്. അക്കാര്യം രവികുമാർ പോലീസിനോട് വളരെ ഉറപ്പിച്ചതിന് പറയുകയും ചെയ്തു. ഒരു കൊച്ചുകുട്ടി, എന്നാൽ വലിയ കുട്ടിയുടെ അത്രയും ആകാരമുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് മിസ്സായിരിക്കുന്നത്. വിവരങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസർ 2 പോലീസുകാരെ അപ്പോൾ തന്നെ ആ വിവരങ്ങൾ തിരക്കാനായി ഷെൽട്ടർ ഹോമിലേക്ക് പറഞ്ഞയച്ചു. ഷെൽട്ടർ ഹോമിലെത്തിയ ആ പോലീസുകാർ അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. രവികുമാർ പറഞ്ഞ അതേ കഥ തന്നെയാണ് ഷെൽട്ടർ ഹോമിലെ ആളുകളും പോലീസിനോട് പറഞ്ഞത്. ഈ വരുണിന്റെ ഭാഗത്തുനിന്ന് ഈ സംഭവത്തിന് മുന്നേ എന്തെങ്കിലും അസ്വാഭാവികമായ പെരുമാറ്റം ഉണ്ടായോ എന്നുള്ള ആ പോലീസുകാരുടെ ചോദ്യത്തിന് അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നുള്ള മറുപടിയാണ് ആ ഷെൽട്ടർ ഹോമിൽ നിന്ന് കിട്ടിയത്. വരുൺ വളരെ ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി അവനുണ്ട്. അത് മാത്രമാണ് അവൻ്റെ പ്രശ്നം. പറഞ്ഞാലൊക്കെ കേൾക്കുന്ന ആളാണ് വരുൺ എന്ന് ആ ഷെൽട്ടർ ഹോമിലെ ആളുകൾ പോലീസിനോട് പറയുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണം തുടങ്ങി ഏകദേശം 3-4 ദിവസം കഴിഞ്ഞു. എന്നിട്ടും വരുണിനെ കുറിച്ചുള്ള ഒരു വിവരവും പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. രവികുമാറും ഭാനുമതിയും ആകെ ടെൻഷനിലാണ്. അവരുടെ പൊന്നോമന പുത്രനാണ് മിസ്സായിരിക്കുന്നത്. അവൻ മെന്റലി റിട്ടാർഡും ഓട്ടിസം ബാധിച്ചവനും ഹൈപ്പർ ആക്റ്റീവ് എന്നൊക്കെ പറയുന്നത് അതിന് ഒരു വശമാണ്. ആത്യന്തികമായി അവൻ അവരുടെ പ്രിയപ്പെട്ട പുത്രനാണ്. അവനാണ് മിസ്സായിരിക്കുന്നത്. അവന് മറ്റ് കൂട്ടുകാരോടൊപ്പം കളിക്കാനും പഠിക്കാനും ഒരു അവസരം കിട്ടാൻ വേണ്ടിയാണ് അവർ അവനെ ആ ഷെൽട്ടർ ഹോമിൽ കൊണ്ടുവന്ന് അംഗമാക്കിയത്. അവന് വേണ്ടി മാസം 40,000 രൂപ അവർ ഫീസ് അടയ്ക്കുന്നതും അവൻ്റെ ശരിയായ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ആ വരുൺകാന്താണ് മിസ്സായിരിക്കുന്നത്. അതിൻ്റെ ഒരു ആഘാതം ഭാനുമതിക്ക് ശരിക്കുമുണ്ട്. രവികുമാർ പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും അവിടെ നിന്ന് വരുണ മിസ്സായി എന്ന് പറയുന്ന ആളയാർ ഡാമിലെത്തും. അവിടെ എവിടെയെങ്കിലും വരുണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നാണ് അയാൾ നോക്കുന്നത്. വരുണിന്റെ ചെരുപ്പോ വസ്ത്രത്തിൻ്റെ ഭാഗമോ അവൻ്റെ ബാഗിൻ്റെ അവശിഷ്ടങ്ങളോ എന്തെങ്കിലും അവിടെ എങ്ങനെ ഉണ്ടോ എന്നാണ് അയാൾ നോക്കുന്നത്. സകലരുടെ ഉള്ളിലും ഒരു ഭയമുണ്ട്. ആ ഭയം ആളയാർ ഡാമുമായി ബന്ധപ്പെട്ടാണ്. വരുണെങ്ങാനും ഡാമിനകത്തേക്ക് വീണുപോയി കാണുമോ? ആരും ആ സംശയം ഉന്നയിക്കുന്നില്ലെങ്കിലും സകല ആളുകളുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ ആ ചോദ്യമുണ്ട്. രവികുമാർ കഥ പൊള്ളാച്ചി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ ആ കഥ കേട്ടുകൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിലും ആ ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവർ മനഃപൂർവ്വം രവികുമാറിനോട് ആ ചോദ്യം ചോദിക്കാത്തതാണ്. രവികുമാറിനും ആ കാര്യം അറിയാം. ഷെൽട്ടർ ഹോമിലെ ആളുകളും പോലീസും ഒന്നും മനഃപൂർവ്വം അത് ചോദിക്കാത്തതാണ്. അവരെല്ലാവരും ഭയത്തോടെ എന്നാൽ ആളയാർ ഡാമിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഡാമിനകത്തെങ്ങാനും വീണ് രവികുമാർ വെള്ളത്തിനടിയിലെങ്ങാനും ആയി കാണുമോ? മുങ്ങി മരിക്കുകയാണെങ്കിൽ ഉറപ്പായും ആ ബോഡി സാവധാനം മുകളിലേക്ക് പൊങ്ങി വരും. അത് രവികുമാറിന് അറിയാം. അതുകൊണ്ട് കൂടിയാണ് രവികുമാർ എല്ലാ ദിവസവും ആളയാർ ഡാമിലെത്തുന്നത്. ആ ഡാമിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രവികുമാറിൻ്റെ ഉള്ളൊന്ന് പിടയ്ക്കും. സ്വന്തം മകൻ്റെ ഡെഡ് ബോഡി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് കാണാൻ വേണ്ടി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അച്ഛൻ്റെ മനോവ്യഥ്യ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും സങ്കടത്തോടു കൂടി രവികുമാർ അവിടെ നിന്ന് താഴോട്ടിറങ്ങി ബസ്സുകളൊക്കെ പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് വന്നപ്പോൾ അയാളുടെ ശ്രദ്ധ വളരെ വളരെ യാദൃശ്ചികവശാൽ അവിടെയുള്ള CCTV ക്യാമറയെ പതിഞ്ഞു. അത് കണ്ടപ്പോൾ അയാൾ ആ CCTV ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന കടയിലേക്ക് ചെന്നു. ആ കടക്കാരനോട് അയാൾ ചോദിച്ചു, അല്ല സുഹൃത്തെ, ഈ ക്യാമറയിലുള്ള വിഷ്വലുകൾ എത്ര ദിവസം വരെ ഉള്ളത് ഇവിടെ കാണും? ഒരു 3-4 മാസത്തെ കാണും. ആ കടക്കാരൻ അങ്ങനെ പറഞ്ഞതും രവികുമാർ അയാളോട് അയാളുടെ മകൻ കാണാതായ കാര്യം സൂചിപ്പിച്ചു. മകൻ കാണാതായ ആ കാര്യം രവികുമാർ പറയുമ്പോൾ രവികുമാറിൻ്റെ മുഖത്തെ വിഷമം അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്കും ആ കടക്കാരനും മനസ്സിലാകും. ശരിക്കും അയാൾ അത് പറഞ്ഞു തീർന്നതും അവരുടെയൊക്കെ കണ്ണുകളിൽ നിറഞ്ഞു. ആ കടക്കാരൻ ഉടൻ തന്നെ രവികുമാറിനെ ആ ക്യാമറകളിൽ നിന്നുള്ള വിഷ്വൽ വരുന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. ആ സിസ്റ്റത്തിൽ ഏത് വിഷ്വലാണ് കാണേണ്ടതെന്ന് രവികുമാറിനോട് ചോദിച്ചപ്പോൾ രവികുമാർ പറഞ്ഞു, എനിക്ക് ആ മെയ് 14 വിഷ്വലാണ് വേണ്ടത്. മെയ് 14 ആ വിഷ്വൽ അങ്ങനെ ആ കമ്പ്യൂട്ടറിൽ പതുക്കെ പതുക്കെ ദൃശ്യമായി. ഷെൽട്ടർ ഹോമിലെ ബസ് വന്ന് നിൽക്കുന്നതും അതിനകത്തുനിന്ന് ഓരോ ആളുകളായി ഇറങ്ങുന്നതും കൃത്യമായിട്ടും ആ ക്യാമറ പതിഞ്ഞിട്ടുണ്ട്. ആ ഇറങ്ങുന്ന ആളുകളുടെ വിഷ്വലിലേക്ക്
സങ്കടത്തോടെ രവികുമാർ നോക്കിയിരിക്കുകയാണ്. രവികുമാർ ആ ബസ്സിൽ അങ്ങനെ നോക്കിയിരിക്കെ ഗിരിരാജൻ ആ ബസ്സിന്റെ ഡോറങ്ങ് അടച്ചു. അതിനുശേഷം ആ ബസ്സിൽ നിന്നിറങ്ങിയ കുട്ടികളുമായി അധ്യാപകരും ആ സംഘാടകരും ആളയാർ ഡാമിന് നേരെ നടക്കുകയാണ്. ആ കാഴ്ചയിലേക്ക് നോക്കിയ രവികുമാർ പെട്ടെന്ന് കടക്കാരനോട് പറഞ്ഞു, ഏയ് ഒരു കാര്യം ചെയ്യ്, അതൊന്ന് റിവൈൻഡ് ചെയ്തേ. രവികുമാർ വെപ്രളത്തോട് അങ്ങനെ പറഞ്ഞതും ആ കടക്കാരൻ ആ വിഷ്വൽ ഒരിക്കൽ കൂടി കാണിച്ചു. രവികുമാർ ആ വിഷ്വലിലേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ഇറങ്ങുന്ന ഓരോ കുട്ടികളെയും എണ്ണി തുടങ്ങി. 1, 2, 3 അയാൾ എണ്ണി എത്തിയത് 26ാമത്തെ നമ്പറിലേക്കാണ്. 26 കുട്ടികളെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ആ ഷെൽട്ടർ ഹോമിൽ 27 ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ 26 പേരെ മെയ് 14 ആ ബസ്സിൽ അവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളത് ആ സ്ഥാപനത്തിലെ സംഘാടകരും അധ്യാപകരുമാണ്. രവികുമാർ അമ്പരപ്പോടെ ആ വിഷ്വൽ ഒരിക്കൽ കൂടെ നോക്കിയതിന് ശേഷം ആ വിഷ്വലിൻ്റെ ഒരു കോപ്പി അവിടെ നിന്ന് സംഘടിപ്പിച്ചു. ശരിക്കും അയാൾക്ക് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ്. അയാൾ റെക്കോർഡ് ചെയ്ത് വാങ്ങിച്ച ആ വിഷ്വലുമായി നേരെ എത്തിയത് പൊള്ളാച്ചി പോലീസ് സ്റ്റേഷനിലാണ്. പൊള്ളാച്ചി പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ കണ്ട രവികുമാർ ആ വിഷ്വൽ അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്തു. സർ, ഇത് മെയ് 14 ആളയാർ ഡാമിൽ ആ ഷെൽട്ടർ ഹോമിലെ ആളുകൾ പോയപ്പോൾ വിഷ്വലാണ്. സാർ ഇതൊന്ന് കണ്ടു നോക്കണം. രവികുമാർ പറഞ്ഞ അനുസരിച്ച് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആ വിഷ്വൽ മുഴുവൻ കണ്ടു. അയാൾ ആ വിഷ്വൽ കണ്ടപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തില്ല. എന്താ രവികുമാർ, ഈ വിഷ്വലിനകത്ത് വേറൊന്നുമില്ലല്ലോ? സാർ, ആ വിഷ്വലിൽ എൻ്റെ മകനില്ല. രവികുമാർ എന്താ പറഞ്ഞേ? സാർ, ആ വിഷ്വലിൽ എൻ്റെ മകനില്ല. എൻ്റെ മകൻ ഷെൽട്ടർ ഹോമിൽ നിന്ന് അവിടെ ടൂറിന് വന്നിട്ടില്ല. അത് കേട്ടതും സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ആ വിഷ്വൽ ഒരിക്കൽ കൂടി പരിശോധിച്ചു. അവർ ഒന്നിലധികം തവണ ആ വിഷ്വൽ കണ്ടു നോക്കി. ആ കാര്യം ഉറപ്പാണ്. മെയ് 14 രാവിലെ ആളയാർ ഡാമിലെത്തിയ ബസ്സിൽ രവികുമാറിന്റെ മകൻ വരുൺ കാന്ത് ഉണ്ടായിരുന്നില്ല. വരുൺ കാന്ത് ഇല്ലാതെ അവിടെ എത്തിയ ആ ബസ് തിരിച്ചു പോയപ്പോഴും വരുൺ കാന്ത് ഇല്ല. വരുൺ കാന്തിനെ അവർ തിരക്കുന്ന ഒരു വിഷ്വലും ആ CCTV ക്യാമറയുമായി ബന്ധിപ്പിച്ച് പോലീസിന് കണ്ടെത്താനും പറ്റിയില്ല. പോലീസ് ഉടൻ തന്നെ ആ ഷെൽട്ടർ ഹോമിൽ മടങ്ങിയെത്തി. ഷെൽട്ടർ ഹോമിലേക്ക് കടന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസറും അന്വേഷണ ഉദ്യോഗസ്ഥരും അവിടെയുള്ള സംഘാടകരെ മുഴുവൻ വിളിച്ചു വരുത്തി. അവിടെ ആ സമയത്ത് ആ ഷെൽട്ടർ ഹോമുമായി ബന്ധിപ്പിച്ച് 4 ആളുകളുണ്ടായിരുന്നു. അവരെ പോലീസ് വിശദമായി ചോദിച്ചു തുടങ്ങി. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ കഥ ഒന്നുകൂടി ഒന്ന് പറയാവൂ? സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആ കാര്യം പറഞ്ഞതും ആ 4 സംഘത്തിൽ ആദ്യം സംസാരിച്ചത് രംഗനായികയാണ്. രംഗനായികി ആ ഷെൽട്ടർ ഹോമിലെ കുക്കു കൂടിയാണ്. അവൾ പോലീസിനോട് പറഞ്ഞു, സാർ, ഞങ്ങൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ആഹാരമെല്ലാം പ്രിപ്പയർ ചെയ്ത് വാഹനത്തിൽ നിറച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് രാവിലെ ആളയാർ ഡാമിലേക്ക് പോയതാണ്. സാർ, അവിടെ വെച്ചാണ് സാർ വരുൺ കാന്തിനെ കാണാതായത്. അവൾ ആ കഥ പറഞ്ഞതും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഗിരിരാജന്റെ മുഖത്തേക്ക് നോക്കി. ഗിരിരാജൻ ആ കഥ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. സാർ, ആളയാർ ഡാമിൽ എത്തിയതിനു ശേഷം കുട്ടികളെ ഞങ്ങൾ ചെറു സംഘങ്ങളായി തിരിച്ചു. ഞങ്ങൾ 6 പേരാണ് കുട്ടികളെയും കൊണ്ട് ആളയാർ ഡാമിൽ എത്തിയത്. ഓരോ ആളിനും നിശ്ചിത കുട്ടികളെ വീതം ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നീങ്ങിയായിരുന്നു. ഡാമൊക്കെ കണ്ടതിന് ശേഷം ഞാനും എൻ്റെ ഗ്രൂപ്പിലെ കുട്ടികളും കൂടി ഒരു കടയുടെ ഭാഗത്തേക്ക് വന്നു. കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തതും അവരങ്ങ് പോയി. അപ്പോൾ എന്നോടൊപ്പം വരുൺ ഉണ്ടായിരുന്നു. ഞാൻ വരുൺ പറഞ്ഞ സാധനം വാങ്ങിച്ചിട്ട് തിരിച്ചു നോക്കുമ്പോഴാണ് വരുൺ മിസ്സായതായി കണ്ടത്. അങ്ങനെ ഗിരിരാജൻ അന്നത്തെ കഥ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ബാക്കി 2 പേരും അവരുടെ വെർഷനിൽ പോലീസ് ചോദിച്ചപ്പോൾ അവരുടെ കഥ പറയുകയും ചെയ്തു. കഥകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ASP സൃഷ്ടി സിംഗ് ചിരിച്ചുകൊണ്ട് രംഗനായികയോട് ചോദിച്ചു, അല്ല രംഗനായികി, നിങ്ങൾ എത്ര കുട്ടികൾക്കുള്ള ഭക്ഷണമാണ് കൊണ്ടുപോയത്? എല്ലാ കുട്ടികൾക്കുള്ള ഭക്ഷണം കൊണ്ടുപോയി. എല്ലാ കുട്ടികൾക്കെന്ന് പറയുമ്പോൾ വരുൺ കാന്തിനും ഉള്ള ഭക്ഷണം കൊണ്ടുപോയി എന്നാണോ? അതെ, വരുൺ കാന്തിനുള്ള ഭക്ഷണം കൊണ്ടുപോയി. പക്ഷേ രംഗനായികി, ഒരു വിഷയമുണ്ടല്ലോ. വരുൺ കാന്ത് അന്ന് ആളയാർ ഡാമിൽ വന്നിട്ടില്ലല്ലോ. ASP ആ ഡയലോഗ് പറഞ്ഞതും ആ 4 പേരുടെയും മുഖം ഒന്ന് വിളറി. അവർക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ ASP അവരോട് പറഞ്ഞു, നിങ്ങൾ 4 പേരും കൂടി വരുൺ കാന്തിനെ എന്ത് ചെയ്തു എന്നത് മാത്രമാണ് ഇനി എനിക്കറിയാനുള്ളത്. വരുൺ കാന്ത് ആ ദിവസം ഇവിടെ നിന്ന് അവിടേക്ക് വന്നിട്ടില്ല. അത് പറയുമ്പോൾ ശരിക്കും സങ്കടത്തോടെ ആ കാര്യം കേട്ടു നിൽക്കുകയാണ് രവികുമാറും ഭാര്യ ഭാനുമതിയും. രവികുമാറിന്റെയും ഭാനുമതിയുടെയും മകനായ വരുൺ കാന്തിന്റെ ബർത്ത്ഡേ മെയ് 12 മെയ് 12 അവന് കൊടുക്കാനുള്ള സമ്മാനമൊക്കെ രവികുമാറും ഭാനുമതിയും ചേർന്ന് പ്രിപ്പയർ ചെയ്ത്
ആ ഷെൽട്ടർ ഹോമിന് അയച്ചു കൊടുത്തിരുന്നു. മകൻ സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്നും ആ സമ്മാനങ്ങൾ അവന് കൊടുത്തുള്ളാന്നും ഷെൽട്ടർ ഹോമിന്റെ നടത്തിപ്പുകാരിയായ ഡോക്ടർ കവിതയാണ് രവികുമാറിനോട് പറഞ്ഞത്. ആ കാര്യങ്ങൾ രവികുമാർ ആലോചിക്കുമ്പോൾ ASP ആ 4 സംഘത്തോടായി ചോദിച്ചു, എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷയിൽ ചിലപ്പോൾ ഇളവുണ്ടാകും. അതല്ല, ഞങ്ങളാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതെങ്കിൽ ഉറപ്പായും ആ ശിക്ഷ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് ASP അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ മെയ് 14 ഇവിടുന്ന് യാത്ര തുടങ്ങിയപ്പോൾ നിങ്ങൾക്കൊപ്പം വരുൺകാന്ത് ഇല്ലായിരുന്നു. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം ആ ഒരു വാചകത്തിലൂടെ ആ 4 സംഘത്തോട് പറഞ്ഞതും ഗിരിരാജനാണ് അതിന് മറുപടി പറഞ്ഞത്. സർ, സത്യത്തിൽ ഞങ്ങളൊക്കെ നിരപരാധികളാണ്. സർ, കുറച്ച് ദിവസം മുമ്പ് ഇവിടുന്ന് ഒരു ടൂർ പോയിരുന്നു. ആ ടൂറിൽ വരണമെന്ന് പറഞ്ഞ് വരുൺകാന്ത് നിർബന്ധം പിടിച്ചിരുന്നു. സർ, ഇവിടുന്ന് ഞങ്ങൾ ടൂർ പോയത് ഊട്ടിയിലെ വണ്ടർലായിലേക്കാണ്. വണ്ടർലായിൽ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ടല്ലോ സാർ. ആ റൈഡുകളിൽ ഈ വരുൺകാന്ത് കയറിയാൽ അപകടം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വരുണിനെ കൊണ്ടുപോകാതിരുന്നത്. പക്ഷെ വരുൺ അവനെ കൊണ്ടുപോകാത്തത് കൊണ്ട് ഇവിടെ ഈ ഷെൽട്ടർ ഹോമിൽ വയലന്റായി ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കി. വരുണിനെ പിടിച്ചു കെട്ടാനുള്ള ശ്രമത്തിനിടയിൽ ഉണ്ടായ സംഭവത്തിൽ ശരിക്കും വരുൺ ബോധരഹിതനായി വീണതാണ്. സർ, ഞങ്ങൾ വിവരമറിഞ്ഞ് ഇവിടെ എത്തപ്പോഴേക്കും ഞങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി, വരുൺ മരിച്ചു. വളരെ സിമ്പിളായിട്ടാണ് ഗിരിരാജൻ ആ ഡയലോഗ് പോലീസിനോട് പറഞ്ഞത്. അവർ വണ്ടർലായിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ വരുൺകാന്തിനെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളും വരുൺകാന്തുമായി ഒരു സംഘടന ഉണ്ടായെന്നും ആ സംഘടനത്തിൽ വരുൺകാന്ത് കൊല്ലപ്പെട്ടു എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് കേട്ട ഭാനുമതിയും രവികുമാറും ഒരുപോലെ തേങ്ങിപ്പോവുകയാണ്. അവരെ എന്താണോ കേൾക്കരുതെന്ന് ആഗ്രഹിച്ചത് അത് തന്നെ ഇത് അവർ കേൾക്കുകയാണ്. മകൻ ഡാമിൽ വീണുപോയെന്ന് കേട്ടാൽ പോലും അവർക്ക് ഇത്രയും സങ്കടം വരില്ലായിരുന്നു. അതൊരു അപകടമാണ്. പക്ഷെ ഇവിടെ അപകടമല്ല, സ്വന്തം മകനെ നോക്കാൻ ഏൽപ്പിച്ച സ്ഥലത്തുള്ള ആളുകൾ ചേർന്ന് അടിച്ചു കൊന്നിരിക്കുകയാണ്. സംഘടന എന്നൊക്കെ പറയുന്നത് ഭംഗിവാക്കാണ്. അത് രവികുമാറിനും ഭാര്യയ്ക്ക് മാത്രമല്ല ആ പോലീസുകാർക്ക് മനസ്സിലായി. ASP ഗിരിരാജനോട് ചോദിച്ചു, നിങ്ങൾ വരുൺകാന്തിന്റെ ബോഡി എന്ത് ചെയ്തു? സർ, വരുൺകാന്തിന് ഞങ്ങൾ ട്രസ്റ്റിന്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുകയായിരുന്നു. അങ്ങനെ ആ ഗിരിരാജൻ പറഞ്ഞതും പോലീസ് സംഘം ആ ഗിരിരാജനെയും ബാക്കിയുള്ള ആളുകളെയും ഒന്നിച്ചു പോക്കി അവരെയും കൊണ്ട് ട്രസ്റ്റിന്റെ ആ സ്ഥലത്തേക്ക് നീങ്ങി. ട്രസ്റ്റിന് ആ പൊള്ളാച്ചി മേഖലയിലെ യസ്നാഗൂർ മേഖലയിൽ നടുകുണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിലേക്കാണ് ഗിരിരാജൻ സംഘവും പോലീസിനെ കൊണ്ടുവന്നത്. അവിടെ ആ പ്രോപ്പർട്ടിയിൽ വരുൺകാന്തിനെ കുഴിച്ചിട്ടിരിക്കുന്നു എന്നാണ് ആ പ്രോപ്പർട്ടി കാണിച്ചിട്ട് ഗിരിരാജൻ പറഞ്ഞത്. അത് കേട്ടതും ASP ഉടൻ തന്നെ കളക്ടറെ വിവരമറിയിച്ചു. ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട് കുഴിച്ചിട്ടിരിക്കുന്ന ഒരു ബോഡി കുഴിച്ചെടുക്കണമെങ്കിൽ. അതിവേഗം ആ നിയമപ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് ഓർഡർ ഇറങ്ങി. പിറ്റേ ദിവസം വൻ മാധ്യമപ്പടയുടെ സാന്നിധ്യത്തിൽ സബ് കളക്ടറുടെയും തഹസിൽദാരുടെയും മറ്റ് അനവധി ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആ ബോഡി കുഴിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നു. 5 കുഴികളാണ് എടുത്തിരിക്കുന്നത്, ഒരുപോലുള്ള 5 കുഴികൾ. ആ 5 കുഴികളിലും ചെടികൾ നട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു കുഴി മാത്രം എടുത്താൽ അത് പലർക്കും സംശയം ഉണ്ടാക്കും. ഒരേപോലുള്ള 5 കുഴികളെടുത്ത് 5 കുഴികളിലും ചെടി നട്ടിരിക്കുമ്പോൾ ചെടി നടാനായി എടുത്ത 5 കുഴികളായിട്ട് ആർക്കും തോന്നത്തുള്ളൂ. എന്തിന് 5 കുഴി എടുത്തു എന്നുള്ള ASPയുടെ ചോദ്യത്തിന് ഗിരിരാജനാണ് ആ ഉത്തരം പറഞ്ഞത്. എന്തായാലും ഗിരിരാജന് ആ 5 കുഴികളിൽ ഏത് കുഴിയാണ് കുഴിക്കേണ്ടതെന്ന് അറിയാമായിരുന്നു. അയാൾ ചൂണ്ടിക്കാണിച്ച കുഴി പോലീസിന്റെ നിർദ്ദേശപ്രകാരം ജോലിക്കാർ കുഴിച്ചു തുടങ്ങി. ഏകദേശം ഒരു 5 അടി താഴ്ത്തി കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്തുനിന്ന് അവർക്ക് വരുൺകാന്തിന്റെ ബോഡി കിട്ടി. വരുൺകാന്തിന്റെ ബോഡി പുറത്തെടുത്തു. അവന്റെ ബോഡിയിൽ പ്രേത വിചാരണ ആരംഭിച്ചപ്പോൾ തന്നെ പോലീസിന് വളരെ വ്യക്തമായി ആ കാര്യം മനസ്സിലായി. അവനെ തല്ലി കൊന്നിരിക്കുകയാണ്. ദേഹം മുഴുവൻ അടിയുടെ പാടുകളുണ്ട്. വളരെ ക്രൂരമായി മർദ്ദിച്ച് ആ 24 വയസ്സ് പ്രായമുള്ള എന്നാൽ 10 വയസ്സിന്റെ മാത്രം ബുദ്ധിയുള്ള ആ കുട്ടിയെ അടിച്ചു കൊന്നിരിക്കുകയാണ്. ശക്തമായി അവനെ അടിച്ചു എന്ന് മാത്രമല്ല, അവനെ ആ ജോലിക്കാർ ചവിട്ടുകയും ചെയ്തിരിക്കുകയാണ്. അവന്റെ ബോഡിയിൽ ചെരുപ്പ്, ഷൂ ഒക്കെ ആഴത്തിൽ പതിഞ്ഞതിന്റെ അടയാളം വരെ അപ്പോഴും ദൃശ്യമാണ്. ശരിക്കും ഹീലുള്ള ചെരുപ്പ് കൊണ്ട് അവന്റെ പോക്കളുടെ ഭാഗമൊക്കെ ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ്. ക്രൂരമായി അവനെ കൊല ചെയ്തു എന്ന് പറയാം. മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയിൽ അഭിരമിക്കുന്ന ആ കൊച്ചുകുട്ടിയെ അതിന്റെ പേരിൽ ആ സംഘാടകർ തല്ലി കൊന്നിരിക്കുകയാണ്. പോലീസ് എൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചപ്പോൾ കളക്ടറുടെ നിർദ്ദേശപ്രകാരം സ്പോട്ട് പോസ്റ്റ്മോർട്ടം നടന്നു.
സ്പോട്ട് പോസ്റ്റ്മോർട്ടത്തിൽ ആ കാര്യം ഒരിക്കൽ കൂടി ഉറപ്പായി. അവനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ്. അവന്റെ പുറത്ത് PVC പൈപ്പുകളും അതുപോലെ തടികളും കമ്പികളൊക്കെ കൊണ്ട് അടിച്ചിട്ടുണ്ട്. ആ അടികളുടെ ഫലമായി ഇന്റേണൽ ഓർഗൻസ് തകർന്നാണ് ആ കുട്ടി മരിച്ചിരിക്കുന്നത്. ഈ വിഷ്വലൊക്കെ TV ചാനലുകൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ വാർത്ത കോയമ്പത്തൂരിന്റെ ആകെ നടുക്കിയെന്ന് പറയാം. 6 പേരാണ് ആ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അതിൽ 4 പേരെയാണ് പിടികിട്ടിയത്. ആ 4 പേരെയും സെപ്പറേറ്റ് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ നേരത്തെ ഗിരിരാജൻ പറഞ്ഞ കഥയിൽ ഒരുപാട് വ്യത്യാസമാണ്. വരുൺകാന്ത് മരിക്കുന്നത് മെയ് 11-നാണ്. മെയ് 11-ന് മരിച്ച വരുൺകാന്തിന്റെ ബർത്ത്ഡേ ആഘോഷമാണ് മെയ് 12-ന് നടന്നത്. ആ മെയ് 12-ന് വരുൺകാന്തിനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് അവന്റെ പിതാവ് അയച്ചു കൊടുക്കുമ്പോൾ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ആ ഗിഫ്റ്റിനുള്ള പണം ഏറ്റുവാങ്ങിയ സംഘാടകരിൽ ഒരാൾ ഡോക്ടർ കവിതയാണ്. ഡോക്ടർ കവിതയും ബാക്കിയുള്ള 5 ആളുകളും വരുൺകാന്തിനെ മർദ്ദിച്ചു തുടങ്ങിയത് യഥാർത്ഥത്തിൽ മെയ് 11-നല്ല. മെയ് 9 മുതലേ അവര് വരുണിനെ മർദ്ദിക്കുമായിരുന്നു. മെയ് 9-നും 10-നും 11-നും അവർ വരുണിനെ മർദ്ദിച്ചിരുന്നു. രംഗനായികയെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ആ വിവരങ്ങൾ അങ്ങനെ ചോർന്നു കിട്ടിയായിരുന്നു. ക്രൂരമായ മർദ്ദനമാണ് വരുൺകാന്തിന് ആ 3 ദിവസങ്ങളിലും ഏൽക്കേണ്ടി വന്നത്. അതിന്റെ കാരണം അവൻ ആ വണ്ടർലയിലേക്ക് പോകാൻ നിർബന്ധം പിടിച്ചതാണ്. അവിടെ ഒരു അച്ചടക്കമുണ്ടെന്നും അവർ തീരുമാനിക്കുന്നതാണ് അച്ചടക്കമെന്നും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളും ഒരാവശ്യവും ഉന്നയിക്കാൻ പാടില്ലെന്നും ഡോക്ടർ കവിത തീർത്തു പറഞ്ഞതിൻ്റെ ഒരു റിസൾട്ടാണ് അവിടെ ഉണ്ടായത്. കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കുന്നത്. കുട്ടികൾ അങ്ങനെ ഒന്നും ആഗ്രഹിക്കാനോ ആവശ്യപ്പെടാനോ പാടില്ല. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ക്രൂരമായ ശിക്ഷയായിരിക്കും ഫലമെന്ന് ബാക്കി കുട്ടികൾക്ക് തോന്നാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മറ്റു കുട്ടികൾ കാണുകെ വരുൺകാന്തിനെ അവർ മർദ്ദിച്ചുകൊണ്ടേയിരുന്നത്. വരുൺകാന്തിനെ 9-ാം തീയതി 10-ാം തീയതി 11-നും മർദ്ദിച്ചു. 11-ന് രാത്രിയിലാണ് യഥാർത്ഥത്തിൽ മർദ്ദനത്തിന്റെ ഫലമായി ആ വരുൺകാന്ത് കൊല്ലപ്പെടുന്നത്. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ആരും അറിയാതെ ഒഴിവാക്കാനായി അവനൊരു പ്ലാസ്റ്റിക് ചാക്കിലേക്ക് പൊതിയുകയായിരുന്നു. അതിനുശേഷം ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ആ ഓട്ടോയിലാണ് അവർ വരുൺകാന്തിനെ നേരത്തെ ബോഡി കുഴിച്ചിട്ട ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. അവിടെ നേരത്തെ ആ ഗിരിരാജൻ പറഞ്ഞ പോലെ ആളുകൾ കണ്ടെത്താതിരിക്കാൻ വേണ്ടി 5 മരങ്ങൾ നടുന്ന ഒരു പദ്ധതി അവർ പ്ലാൻ ചെയ്തു. വളരെ വലിയ കുഴികൾ കുഴിച്ച് ആ കുഴികളിൽ ഒന്നിൽ വരുൺകാന്തിനെ അടക്കിയതിനു ശേഷം മറ്റുള്ള സാന്നിധ്യത്തിലാണ് 5 കുഴികളിലും ചെടിയിലേക്ക് നടന്നത്. അത് ഒരു ചെടി നടൽ പരിപാടിയാക്കി അവരങ്ങ് മാറ്റിയായിരുന്നു. ഒരു കാരണവശാലും ആരും സംശയിക്കാതിരിക്കാനുള്ള അനവധി മുൻകരുതലുകൾ അവരെടുത്തിരുന്നു. അതിലൊന്ന് ചാണകവുമായി ബന്ധപ്പെട്ടാണ്. ഒത്തിരിയേറെ ചാണകം കലക്കി വരുൺകാന്തിനെ അടക്കിയ ആ കുഴിയിൽ അവർ ഒഴിച്ചിരുന്നു. ഒരു കാരണവശാലും വരുൺകാന്തിന്റെ ബോഡിയിൽ നിന്ന് സ്മെല്ല് പുറത്തേക്ക് വന്ന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇടവരരുത്. അതൊക്കെ തീരുമാനിച്ചതും അതിനുള്ള നിർദ്ദേശം കൊടുത്തതൊക്കെ ഈ ഡോക്ടർ കവിതയാണ്. ആ കവിത ഇതുവരെയും പോലീസിന് കിട്ടിയിട്ടില്ല. അവള് മുങ്ങിയിരിക്കുകയാണ്. ഡോക്ടർ കവിത മുങ്ങിയപ്പോൾ പോലീസ് അന്വേഷിച്ചെത്തിയത് തിരുവനന്തപുരത്താണ് ഡോക്ടർ കവിതയുടെ ഭർത്താവിന്റെ വീട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മലയാളികളുടെ കൈ എവിടെയൊക്കെ പോയിരിക്കുന്നെന്ന്. ആളുകളെ തല്ലിക്കൊന്ന് കുഴിച്ചിടാൻ ഒരു മടിയില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ ഈ ഡോക്ടേഴ്സ് ഒക്കെ കടക്കുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ആളുകളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനായി 24 മണിക്കൂറും പ്രയത്നിക്കുന്ന ഡോക്ടർമാർ ഒരുപാടുള്ള സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അവിടെ തന്നെയാണ് ഇതുപോലുള്ള ഡോക്ടർ കവിതമാരും ഉള്ളത്. 24 വയസ്സിന്റെ പ്രായവും 10 വയസ്സുകാരന്റെ മാനസിക പക്വതയുമുള്ള ആ ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ട ആ ആളുകളുടെ കഥ നമ്മൾ കേൾക്കുമ്പോൾ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ കോഴിക്കോടിൽ ഒരു 10ാം ക്ലാസ്സുകാരനെ സഹപാഠികളെല്ലാം കൂടി തല്ലിക്കൊന്ന കഥയും നമുക്ക് ഓർമ്മയുണ്ടാവും. ഷഹബാസിന്റെ കഥയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ്. ആ കഥ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ചെയ്തതാണ്. അത് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ചില ബലഹീനതകൾ അത് എടുത്തു പറയാൻ വേണ്ടിയാണ് ഞാൻ അന്ന് ആ കഥ ചെയ്തത്. ആ കഥ കേട്ടിട്ടുള്ള ആളുകൾ അതൊന്ന് കണ്ടു നോക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.